സ്വർഗതാത വന്ദനം തേ വന്ദനം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കൂടാരത്തിലുള്ള എല്ലാവരും ഭാഷാപരത്തോടെ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അഭിലഷിക്കുകയാണ്. ഒരിക്കൽ മോസസ് പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ കൃപാസനത്തെ സ്തുതിക്കുന്ന ഓൺലൈനിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ കൃപാസനത്തെ സന്നിഹിതരായിരിക്കുന്ന മക്കളും എല്ലാവർക്കും, കുറച്ച് പേർക്ക് അനുഗ്രഹം പറഞ്ഞ് സാക്ഷ്യം പറയുകയല്ല, എല്ലാവരും യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തിമോത്തി ലേഖനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാകും. എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടണം. ദാറ്റ് മീൻസ് എല്ലാവരും കർത്താവിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് അർഹരാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ ആത്മാവിന്റെ നിറവിലെ പരിശുദ്ധ പിതാവിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈശോയിലൂടെ ലോകത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കാൻ ഞങ്ങൾ ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിന്റെ പ്രാർത്ഥനകൾ കർത്താവേ, അവരുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവേ, തീരാ രോഗികളുണ്ട് കർത്താവേ, ഭവനരഹിതരുണ്ട് കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ, സന്താനമില്ലാതെ വിഷമിക്കുന്നവരെ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ഇവിടെ ഒരു നല്ല സാക്ഷ്യം കേട്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യം പറയും, ഇന്നും സാക്ഷ്യം പറയും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ എല്ലാ കൂട്ടായ്മയിലും പറയുന്നുണ്ടത്. കാരണം അവർ പറഞ്ഞ ഇതാണ്: ലോകത്തിലെ എല്ലാ ദിവസവും ദൈവസാക്ഷ്യം കേൾക്കുന്ന, ദൈവാനുഭവ സാക്ഷ്യം കേൾക്കുന്ന ഒരിടമാണ് കൃപാസനമെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണെന്ന് പറയാൻ കാരണം, ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആരും പുറത്തിറങ്ങാത്ത ഒരു കാലത്തിൽ പോലും ആ 450ഓളം ദിവസങ്ങൾ ഇവിടെ 1000 സാക്ഷ്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ നിങ്ങളുടെ ദൈവാനുഭവം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടത്. 1000 സാക്ഷ്യങ്ങൾ. അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ശുശ്രൂഷ ഒരിടത്ത് നടക്കാത്ത മനുഷ്യന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലത്ത് 1000 സാക്ഷ്യം യൂട്യൂബ് നോക്കിയാൽ 1000 സാക്ഷ്യം. എല്ലാം ഓൺലൈനിൽ, ഈ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം, ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും. പിന്നെ ഈ അൾത്താറയിൽ ഒരിക്കലും വെളിച്ചം കെട്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും തന്നെ ആരാധന ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. ജനങ്ങളിവിടെ ഇല്ല, അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ആരാധന ഈ 450 ദിവസം ഉണ്ടായിരുന്നു. വീട്ടിലൊരു ദിവസക്രാരി, അങ്ങനെ ഓരോരോ പേരിൽ, ലണ്ടൻ ലഞ്ച്, പിന്നെ നന്നയപ്പം, ഇങ്ങനെ ഓരോരോ പേരിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഈ 500 ദിവസങ്ങളിലും ആരാധനയുടെ തിരികൾ ഇവിടെ അണഞ്ഞു പോയില്ലായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അതിന് ഒരു സ്വസ്ഥക്കാഴ്ച പോലും ഇല്ലാതെ മീഡിയ മുഴുവനും സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്തപ്പോൾ 70 ലക്ഷം രൂപ, 20 സ്റ്റാഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൃപാസനം അടച്ചിട്ടില്ലായിരുന്നു. 20 സ്റ്റാഫ് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 10 പേരും ഫോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുനീര് എല്ലാം പ്രാർത്ഥനയാക്കി
രാവിലെ 9 മണി തൊട്ട് ഇരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യും. ഒരു ഫോൺ പോലും താഴത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. 800 പ്രാർത്ഥനാ അപേക്ഷകളാണ് നമുക്ക് 5 മണിയാകുമ്പോൾ ഉള്ളിൽ കിട്ടുന്നത്. 800 പ്രാർത്ഥന. അപ്പോൾ 800 പ്രാർത്ഥനാപേക്ഷകളും ഈ ഫോണിലൂടെ വന്നതാണ്. ദാറ്റ് മീൻസ് 80 പേരെങ്കിലും ഒരു ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് 10 ഫോൺ വഴി 800 പ്രാർത്ഥനാ അപേക്ഷകൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ലോകങ്ങളിലുള്ള എല്ലാ ജനങ്ങളുടെയും കണ്ണീരും അപേക്ഷകളും പ്രാർത്ഥനകളും അൾത്താരയിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പിന്നെ 1.5 മണിക്കൂർ ആരാധിക്കും. അപ്പോഴേ 7 മണി വരെ ശുശ്രൂഷ അപ്പം തീർന്നില്ല. അതായത് 9 മണിക്ക് തുടങ്ങുന്ന ശുശ്രൂഷ, ഫോൺ ശുശ്രൂഷ ആരാധനയോടുകൂടി അവസാനിക്കുകയും അത് 450-500 ദിവസങ്ങളിലും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അത് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൈയടിച്ച് അമ്മയെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു സാക്ഷ്യ വളരെ ഇപ്പം ഞാനെപ്പോഴും അൾത്താരയിൽ എടുക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമ്പടിയുടെ തനി സ്വഭാവം കാണിക്കണ ചില സാക്ഷ്യങ്ങളുണ്ട്. കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ചിലർക്ക് കിട്ടുമ്പോൾ ഒരു 50% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ 75% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, 100% ഉടമ്പടി സ്വഭാവം ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ. അതാണ് അച്ഛൻ അൾത്താരയെ സെലക്ട് ചെയ്യണത്. അല്ലാത്തത് യൂട്യൂബിൽ ഇടും നിങ്ങൾക്ക് കാണാൻ, കേൾക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. ഇപ്പോൾ ഇന്നത്തെ സാക്ഷ്യം പ്രജിത എലിസബത്ത്, വെള്ളൂരിൽ നിന്ന് പാമ്പാടിയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് പ്രജിത എലിസബത്ത്. അവരുടെ സാക്ഷ്യം അവർ കയറി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ആ സാക്ഷ്യത്തിൻ്റെ അൾത്താരയ്ക്ക് അതിൻ്റെ ഫീലിംഗ്. ഇപ്പോൾ ഞാൻ അൾത്താര ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാ ദിവസവും കൗൺസിലിംഗ് ഉണ്ടല്ലോ, അൾത്താര ചെയ്യുന്നതാണ് ചെയ്യണത്. കാര്യം എന്താ കാര്യം കഴിഞ്ഞാൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാണ് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ദൈവം ഇടവരുത്തണമെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ അമ്മ നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ തന്നെ 10,000 ആൾക്കാർ പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാരോട് സംസാരിക്കണത്. ഇപ്പോൾ കൗൺസിലിങ്ങിന് പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഒരാളിന് അരമണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അൾത്താരയിൽ വരുമ്പോൾ 1 സെക്കൻഡ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് ആ വിഷയം കേട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ നമുക്ക് അൾത്താരയിൽ പ്രാർത്ഥനാ കൗൺസിലിംഗ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് കയ്യിലെ നീരൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ നിൽക്കണ കാരണം പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ അത് ഞാൻ പറയാം നിങ്ങളോട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ സാക്ഷ്യം ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ അൾത്താരയിൽ എൻ്റെ വൈബ്രേഷൻ വരും. കാര്യം ദൈവ അരൂപി പ്രവർത്തിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാവും. ഇപ്പോൾ ചിലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരുടെ ഇന്നലെ അത് വേറൊരു സാക്ഷ്യമാണ്. അവരുടെ മുതുകത്ത് നീരിങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടും ഇല്ല, ഈ നീര് ഇങ്ങോട്ടും ഇല്ല. കുത്തുവെക്കാനും പറ്റണില്ല, തൈലം പെരട്ടുകയും പറ്റണ ഒന്നുമില്ല. മുതുകത്ത് ഇങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അനുസരിച്ച് ഇതെന്ത് തൂങ്ങിക്കിടക്കണം, സഞ്ചി പുറകെ ഇട്ടിരിക്കണമെന്ന് തോന്നും. പക്ഷേ ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ ഈ ആരാധന സമയമില്ലേ, ഈ സമയത്ത് സാക്ഷ്യങ്ങൾ കുറേ ഉണ്ട് ആൾക്കാർ പറഞ്ഞത്. അതായത് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ദർശനങ്ങളില്ലേ, അത് കർത്താവ്, ഞാൻ വെറുതെ ഇങ്ങനെ പറയത്തില്ല, എനിക്ക് കർത്താവ് സൂചന തന്ന് എൻ്റെ മനസ്സിന് ബോധ്യം ഉണ്ടായെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അത് കളത്തരായി പോകും. കളത്തരല്ല, അതൊരു ദൈവനിശ്ചയം പ്രകാരം ആയിരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദർശനം ദൈവം തരത്തില്ല. അതാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആന്തരിക ബോധ്യം കിട്ടിയാൽ മാത്രമേ ഞാനത് അനൗൺസ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് ഒരു 10,000 പേര് ഈ ഓൺലൈനിലുണ്ടല്ലോ ഇപ്പോഴേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈശോ ഒരു മുതുക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ്, മുതുകിന് എന്തോ ഭാരമുള്ളയാളെ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തണുണ്ടെന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ മുതുക് ഇങ്ങനെ ചൊട്ടിപ്പോകും.
ഇത്രയും ആരാണ് ഇപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പാടുകയില്ലേ, ഞങ്ങൾ പാടുമ്പോൾ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ നന്ദി. ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ അത് ഭയങ്കര 100% ഉണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പാട്ടല്ല, ഇത് പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥനയാണ്. നിങ്ങൾ കൃപാസനത്തിലെ ഒരു സംഭവം ഞങ്ങൾ പാട്ട് പാടാറേ ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് പാട്ടാക്കി മാറ്റുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേൾക്കേണ്ട കാര്യം ഇതാണ്. ആരാധന കൂടെ ആരാധന വേറെ പാട്ട് വേറെ, അങ്ങനെ ഒരു കച്ചേരി പരിപാടിയില്ല. മറിച്ച് ആരാധനയിൽ വരുന്ന ദൈവസ്നേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്കത് ഏറ്റവും സിമ്പിൾ ട്യൂണാക്കി കൊടുത്തിട്ട് അവർക്കത് പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റാനാണ് ഈ പലപ്പോഴും നമ്മുടെ പാട്ടുകളെയെല്ലാം വളരെ ഞാനൊരു സംരക്ഷണം കൊണ്ടിരുന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് നോക്കിയിട്ടാണ് കുറേ പാട്ടുകളെ തിരഞ്ഞെടുത്തിട്ട് അതിനെ കളയും. അവസാനം അഭിഷേകമുള്ളതിനെ മാത്രം എടുക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്, അല്ലാതെ പെട്ടെന്നിങ്ങനെ ഒരു സ്ക്വയർ പാടണമല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് എന്നെ സ്പർശിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ അതേ രീതിയിൽ ആഴമായിട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഞാൻ പ്രാർത്ഥിക്കണ ഈ സമയത്ത് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാൻ ഏത് വൻകരയിലാണ് എൻ്റെ മക്കളുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് ഞാനിപ്പോൾ ആരാധന വെച്ചിരിക്കുകയാണ്. ആ മക്കളെ ഇപ്പോൾ ഈശോ സ്പർശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, അതുപോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ തിരുമുറുമാർന്ന് മറുതി തരാം, ആണിപ്പടുതാർന്ന് മറുതി തരാം. അത്ഭുതങ്ങൾ ഇപ്പം സ്പർശിക്കണമേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ്. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ഓൺലൈനിൽ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ കണ്ടെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ നിന്റെ മുമ്പിൽ ഭാഷാപരത്തിൽ ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. സ്പർശിക്കണമേ കർത്താവേ, മാരകരോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ജോലിയില്ലാത്തവ വേദനിക്കുന്ന കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഇന്ന് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ടെസ്റ്റ് ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി കർത്താവേ പരിശ്രമിക്കുന്ന മക്കളെ ഇപ്പോഴേ സ്പർശിക്കണമേ കർത്താവേ. സാമ്പത്തികമായ കടങ്ങളിൽ കർത്താവേ വേദനിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. മാരകരോഗികളെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ, വാതരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. രോഗികളെ സ്പർശിക്കണമേ
കർത്താവേ. സോറിയാസത്തിന് രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ. കിഡ്നി രോഗത്താൽ മൂത്രമൊഴിക്കാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ശരീരം മുഴുവൻ ചൂടാകുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. വീടുകൾ വെക്കാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. വിവാഹം ഒത്തുവരാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ഭവനരഹിതരെ സ്പർശിക്കണമേ കർത്താവേ. വഴിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ഇത്ര നല്ല ദൈവത്തോടെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹൃദയരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ജയിലിൽ കിടക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ഇത്ര നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, പാടട്ടെ. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. ശരീരം മുഴുവൻ മുഴയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. ഗർഭാശയത്തിലെ ശിസ്റ്റുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. ഭാഷാവരത്തോടെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി എന്റെ കൊച്ചു ജീവിതത്തെ. ജോലിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ജോലിക്ക് വേണ്ടി കണ്ണീരോടെ പരിശ്രമിക്കുന്നവരെ, പരീക്ഷകൾ തോറ്റുപോയവരെ, അതിനുവേണ്ടി വീണ്ടും പരിശ്രമിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. വീട് സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവരെ ഏറ്റെടുക്കണമേ കർത്താവേ. വീട് സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവരെ ഏറ്റെടുക്കണമേ കർത്താവേ. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ മക്കളെ. കർത്താവേ, പരിവിട്ടുമാറാത്തവരെ തൊഴണമേ കർത്താവേ. ഗർഭപാത്രം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. മാറാത്ത ബ്ലീഡിംഗ് ഉള്ളവരെ, രക്തസ്രാവക്കാരി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തലവേദന വിട്ടുമാറാത്തവരെ, രോഗം വന്നവരെ തളിക്കണമേ കർത്താവേ. എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് സത്യം പാടട്ടെ. എന്റെ കൊച്ചു ജീവിതത്തെ കർത്താവേ, വിദേശങ്ങളിലുള്ള ഞങ്ങളെ മക്കളെ ഇപ്പൊ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ പരിശ്രമങ്ങളെ കർത്താവേ ഏറ്റെടുക്കണമേ കർത്താവേ. വാടകയ്ക്ക് താമസിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വേണ്ടത്ര ശമ്പളമില്ലാത്തവര്, അതിൽ രോഗികളായി ആശുപത്രി പ്രവേശിച്ചവര്, അവിടെ കമ്പനി ലോക്ക്ഡൌൺ ആകാൻ പോകുന്നവര്, അവിടെ HR അവരെ പട്ടികയിൽ നിന്ന് മാറ്റി
പുറമേറ്റ് നഷ്ടപ്പെട്ടവരെ, അത് കിട്ടാത്തവരെ എല്ലാവരെയും കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ശ്രുതികടേ ശ്രുതികടേ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു പഠിച്ചോണ്ടിരിക്കുന്ന മക്കളെ, എഴുതിയ മക്കളെ, എഴുതാൻ പോകുന്ന മക്കളെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി അതായത് മൂത്രം അറിയാതെ പോകുന്നവരെ, കണ്ണത്തിന് പഴുപ്പ് പോകുന്നവരെ, ഓരോരോ ശ്രാവങ്ങളുള്ള രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. ഭാഷാപരത്തോടെ യേശുനാഥ വരണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ ദിവസനിധിയിൽ നമ്മളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ജീവിത പ്രശ്നങ്ങളിലേക്കും ജീവിത സങ്കടങ്ങളിലേക്കും ജീവിത രോഗങ്ങളിലേക്കും യേശുദേവ വരണമേ. യേശുനാഥ വരണമേ. ആവോ യേശുദേവ, അങ്ങയുടെ ദർശനം എനിക്ക് നൽകണമേ, അങ്ങയുടെ ദർശനം എനിക്ക് നൽകണമേ. പ്രജിത എലിസബത്തിൻ്റെ സാക്ഷ്യം കർത്താവ് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം. കർത്താവ് ആരാധന അഭിഷേകത്തിൽ അനേകം മക്കളെ അതുപോലുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടും ഈ നിമിഷം ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നിങ്ങളെ അതുപോലെ അനുഗ്രഹിച്ചത് കൊണ്ടുമാണ് ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് ആ രീതിയിലേക്ക് ആരാധനാഭിഷേക ഗാനങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് നമ്മളെ ആരാധിപ്പിച്ചത്. ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് കൈ അടിച്ചു കൊടുത്താൽ നന്ദി പറയുക. കൈ അടിച്ചുകൊണ്ടേയിരിക്കട്ടെ, സന്തോഷത്തോടെ അടിക്കട്ടെ, വിശ്വസിച്ചേറ്റ് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കൈകൾ ഉയർത്തി അടിക്കട്ടെ. യേശുവേ വരണമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ വരണമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്പർശിക്കണമേ, ആവേ സ്പർശിക്കണമേ, അവരെ രംഗത്തെ സ്പർശിക്കണമേ, തിരുസഭയെ സ്പർശിക്കണമേ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും ഭാഷാപരം ലഭിക്കുന്നവര് ഭാഷാപരത്തിൽ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങളുടെ രക്ഷ അത് ഭൗതികമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ
ജീവിത വിഷയമായിക്കൊള്ളട്ടെ, ആത്മരക്ഷയായിക്കൊള്ളട്ടെ, വചനം എന്താ പറയണത്? അത് നിങ്ങൾക്ക് സമീപസ്ഥമാണെന്ന്. അത് നിങ്ങളുടെ സമീപസ്ഥമാണ്, അത് നിങ്ങളുടെ അധരങ്ങളിലുണ്ട്. ഏറ്റുപറയുന്നതനുസരിച്ച് കൊണ്ട് അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റോമാലേഖനത്തിൻ്റെ 10:8, റോമാലേഖനം 10:8 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. നിങ്ങളുടെ രക്ഷ സമീപസ്ഥമാണ്. എവിടെയാണ് ഇരിക്കുന്നത് ആ രക്ഷ? നിങ്ങളുടെ അധരത്തിലുണ്ടെന്ന്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ അധരത്തിലുള്ള രക്ഷ, നിങ്ങളുടെ ക്യാൻസറിൻ്റെ സൗഖ്യം, അല്ലെങ്കിൽ മക്കളില്ലാത്തപ്പോൾ മക്കൾ ഉണ്ടാകുന്ന ആ നിങ്ങളുടെ അനുഗ്രഹം എവിടെ ഇരിക്കണത്? നിങ്ങളുടെ അധരത്തിലിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുറത്തല്ല. പിന്നെ എവിടെയാണ്? നമ്മളുടെ സൗഖ്യവും കുടുംബത്തിൻ്റെ സമാധാനവും എവിടെ ഇരിക്കുന്നു? നമ്മുടെ അധരത്തിലിരിക്കുകയാണ്, ചുണ്ടിലിരിക്കുകയാണ്. എന്ത് ചെയ്യണം? അതാണ് പറയണത്. റോമ 10:8 എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിൻ്റെ അധരത്തിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ട്. നിന്നെ രക്ഷിക്കാനുള്ള മാർഗം എവിടെയുണ്ട്? നിൻ്റെ അധരത്തിലുമുണ്ട്, നിൻ്റെ ഹൃദയത്തിലുമുണ്ട്. അതെന്ത് ചെയ്യണം? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, പറഞ്ഞേ, അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അധരം കൊണ്ട് ഏറ്റുപറയുന്നതിലാണ് എപ്പോഴും രക്ഷയെന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:30 എന്താണ്? യേശുവിനെ കയ്യിലെടുക്കുമ്പോൾ, ഉണ്ണീശോവിനെ കയ്യിലെടുക്കുമ്പോൾ ശമയോൻ പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:30 ഏറ്റു പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എത്ര അധ്യായമാണ്? 2-ാം അധ്യായം. എത്രാമത്തെ വാക്യം? 30-ാമത്തെ വാക്യം. മനസ്സിലായില്ലേ? അതിലാണ് കാര്യം ഇരിക്കണത്. എന്താണ് ഇരിക്കണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ്? അല്ല. കർത്താവിൻ്റെ വചനം, സത്യവചനം എന്താ പറയണത്? യേശുവിലൂടെയുള്ള അനുഗ്രഹം ആർക്കുള്ളതാണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി. ആ വചനം നിങ്ങൾ മറന്നു പോരുത്. ക്രൈസ്തവർ ഒട്ടും മറന്നു പോരുത്. എന്താ കാര്യം? അത് നിങ്ങളുടെ അവകാശമാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അതിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അധരത്തിലുണ്ടത്. എല്ലാവരുടെയും ഏറ്റുപറയണം. കാര്യം കഴിഞ്ഞ ദിവസം അത് എങ്ങനെയാണ് ജീവിത മണ്ഡലങ്ങളിലെ യേശുവിനെ ഏറ്റുപറയണതെന്ന് ആണ് ഈ 2 സാക്ഷ്യങ്ങൾ. പ്രജിത എലിസബത്തിൻ്റെ സാക്ഷ്യവും പിന്നെ ഇന്നലെ മെനയെന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. റാണി ഷൈജുവിൻ്റെ അങ്കമാലിക്കാർ. റാണി ഷൈജുവിൻ്റെ വിഷയം എന്താണെന്നറിയോ? റാണി ഷൈജു ഭാര്യയും ഭർത്താവും. ഇപ്പം അവർ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, അപ്പം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ വന്നത്, 3 കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പോൾ അവിടെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അവർ ഓറഞ്ച് ചീട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തോളം ഉറമ്പ് നിന്നിട്ടുള്ളത്, അതിൻ്റെ രേഖകൾ അവിടെയിലുണ്ട്. ഓറഞ്ച് ചീട്ടെന്ന് പറയും. അപ്പോൾ അവരോട് നമുക്ക് മെസ്സേജ് കിട്ടുന്ന ചീട്ടാണത്. അപ്പോൾ അത് മെസ്സേജ് പറയും. ആ വിഷയത്തിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിന് മെസ്സേജ് പറയും. കാര്യം അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ കമച്ചോർ ഉടമ്പടിയായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, ഇവർ പറഞ്ഞ എല്ലാവരുടെ കാര്യങ്ങളെ സെറ്റ് ചെയ്തിട്ട് പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെല്ലാം റാണിയുടേതാണെന്ന് ചോദിച്ചു. കാര്യം ഇവർ 4-5 പേരുണ്ടായിരുന്നു, അവർ മാത്രമല്ലായിരുന്നു, 5 പേര് കൂടിയാണ് വന്നത്. അപ്പോൾ
റാണി ഷൈജു പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇത് അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയുടെ കുഞ്ഞുങ്ങളാ, പിന്നെ എന്താ നിങ്ങൾ അമ്മയുടെ കുഞ്ഞുങ്ങളായിട്ട് സാക്ഷ്യം പറയാത്തതെന്ന് ചോദിച്ചു. ഇല്ലച്ച സാക്ഷ്യം പറയാൻ വന്നാണ്, ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറൊരു ദിവസം വന്ന് പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ്, കുഞ്ഞിനെ ഒരു ആയയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റണില്ല. അവരുടെ കൂടെ വേറെ ഒരു കെയർ ടേക്കറിനെ കൂടി അവർ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നിർത്തിയിട്ട് അവരെയും ആ കുഞ്ഞിനെയും കൊണ്ടെടുത്തു. അപ്പോൾ കെയർ ടേക്കറെല്ലാം മാറിയപ്പോൾ റാണി ഷൈജു മാത്രം 3 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട് ഡയസിൽ കയറി നിന്നു സാക്ഷ്യം പറയാൻ. അപ്പോൾ എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രസമാണ്. ഇവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ല. 1-2 കൊല്ലമല്ല, 1-2 കൊല്ലമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മത്തെ ഒരു വിഷയം. ഇനിയിപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ വൈദ്യശാസ്ത്രം എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇത് അമ്മയുടെ ധ്യാന കേന്ദ്രമായതുകൊണ്ട് അമ്മയോട് ബന്ധപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. എന്താ കാര്യത്തിൽ ഇത് മരിയൻ ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാനായ ഈ ഉടമ്പടി പോലും എന്താണ്, കാനായിൽ അവർക്ക് കല്യാണ വേളയിൽ അവർക്ക് അപമാനം ഉണ്ടാകാൻ പോകണമെന്ന് തിരിച്ചറിഞ്ഞതാരാ? അമ്മയാണ്. വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അറിയണത് ആരാണ്? അമ്മമാരായിരിക്കും അറിയണത്. അപ്പന്മാർ പിന്നെ അറിയത്തുള്ളൂ. അപ്പോൾ അടുക്കള പ്രശ്നം എന്താ? അപ്പോൾ അമ്മ അടുക്കളയിലായിരുന്നല്ലോ ഇന്നലെ. അപ്പം അടുക്കളയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇല്ലായ്മകൾ അറിയുമ്പോൾ അറിഞ്ഞപടി നിൽക്കുകയല്ല, അതെവിടെയാണ് ആ വിഷയം കൊണ്ടുവന്ന് എത്തിക്കേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. എൻ്റെ മക്കളെ, എല്ലാ വിഷയവും എന്ത് വിഷയമാണ്? അടുക്കള വിഷയമാണ്. ഇപ്പം നിങ്ങൾ വൈറ്റ് എഴുതുന്ന കാര്യം എന്താണ്? അതൊരു അടുക്കള വിഷയമാണ്. അല്ലാതെ അതൊരു വിദ്യാഭ്യാസ വിഷയമല്ലത്. നിങ്ങൾ എടുക്കുന്ന PSC എന്തിൻ്റെ വിഷയമാണത്? അടുക്കള വിഷയം. ആഹാര വിഷയമല്ലേ ആദ്യം? ആഹാര വിഷയമല്ലേ ആദ്യത്തത് മനുഷ്യന്. അപ്പം എല്ലാ വിഷയവും അടുക്കള വിഷയമാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയവും അമ്മമാതാവിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ യോഗ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവൾ 14 വർഷമായിട്ട് നിനക്കറിയാമല്ലോ ഇപ്പോഴത്തെ ടെക്നിക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് പീഡിയാട്രിക്സ് ഗൈനക്കോളജി സെക്ഷൻ എന്ന് പറയണത് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലേ. ടെസ്റ്റ് ട്യൂബ് ശിശു പോയിട്ട് ക്ലാനിങ് വരെ ഉണ്ടല്ലേ. നമ്മളോരോ കാര്യങ്ങൾ പറയത്തില്ല. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാം സൊഫിസ്റ്റിക്കേറ്റായിട്ട് ഡെവലപ്ഡായിട്ടും 14 കൊല്ലമായിട്ട് ആധുനിക കാലത്തും കുഞ്ഞുങ്ങളില്ലാത്തവർ എന്തു ചെയ്യും? എല്ലാ സിസ്റ്റംസും ഉണ്ട് ഇപ്പോൾ. പക്ഷേ ആധുനിക കാലത്ത് ടെസ്റ്റ് ട്യൂബ് ശിശു വരെ ഉണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റ് ശിശുവിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു സാക്ഷ്യം ഉണ്ടായി. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറയാത്. അതൊരു നേഴ്സാണ്. അവർ സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ പ്രശ്നം എന്താ? അവരുടെ ഗർഭപാത്രം മൊത്തം കുരുക്കളാണ്. കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. എന്നിപ്പോൾ അത് പറയാൻ കാര്യം, അവർ ഈ ഉടമ്പടി എടുത്തിട്ടില്ല, കൃപാസനം കണ്ടിട്ടില്ല. അവർ ആളെങ്ങനെ ഗർഭം ധരിക്കണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചിരിക്കണത്. ഇവരുടെ ഗർഭപാത്രം മുഴുവനും കുരുക്കൾ. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്ത്യയിൽ പോകുന്നു, പിന്നെ തിരിച്ചു വന്നപ്പോഴും സ്കാൻ ചെയ്തപ്പോഴും കുരുക്കൾ അതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ പിന്നെ ലീവിന് പോകുന്നു, തിരിച്ചു വന്നപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, കുരുക്കൾ ഗർഭപാത്രത്തിൽ അതുപോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയുന്നു. ഇപ്പോൾ ഈ കുരുക്കമുള്ള കാരണം എന്നാ പറയണത്? ബ്ലീഡിങ് ഉണ്ട് അല്ലേ, ബ്ലീഡിങ് ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറയണം, നിങ്ങൾ ഗർഭപാത്രം എടുത്ത് കളയാൻ പറഞ്ഞു, മുറിച്ച് കളയാൻ പറഞ്ഞു. ഈ 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 28 വയസ്സുള്ള ആൾ ഗർഭപാത്രം മുറിച്ച് കളഞ്ഞുള്ള സങ്കടം എന്ന് വെച്ചാൽ അവിടെ ഹാർട്ട് പോണ പോലുള്ള വേദനയാണ് അവർ അനുഭവിക്കുന്നത്. അപ്പം തീർന്നില്ലേ? വൈദ്യശാസ്ത്രത്തിന് ചില സമയത്ത് നമ്മളോട് പറയാൻ പറ്റുന്നത് അവയവം മുറിച്ച് കളയാനേ പറയാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വൈദ്യശാസ്ത്രത്തെ കൊച്ചായിട്ട് പറയണല്ലോ, ഞാനും മരുന്ന് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന ആളാണ്. അല്ലാതെ വൈദ്യശാസ്ത്രത്തെ എതിർത്തോ ഡോക്ടറെ എതിർത്തോ സംസാരിക്കുകയല്ല. പക്ഷേ ഒരു സംഭവം വരുമ്പോൾ, ഒരു നിമിഷം വരുമ്പോൾ, ഒരു ഘട്ടം വരുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പോകും. അതെപ്പോഴും ഓർത്തേക്കണം. എല്ലാവരുടെ കയ്യിൽ നിന്നും പോന്നാലും നിൻ്റെ കണ്ണീര് ഏറ്റെടുക്കാൻ വേണ്ടി ഒരാൾ കയ്യിൽ നിന്നിട്ട് നിൽക്കുന്നുണ്ട്. നിൻ്റെ അമ്മ, നിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മകള്, പുത്തൻ തമ്പുരാൻ്റെ മകള്, പിതാവായ ദൈവത്തിൻ്റെ മകള്, പുത്തൻ തമ്പുരാൻ്റെ അമ്മ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ അമ്മ പരിശുദ്ധ കന്യാസ്ത്രീ മറിയം കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, കർത്താവെ ആരാധിക്കുന്ന. ഈ പാടിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അർത്ഥവത്തായിട്ട് കൈയൊന്നും അടിക്കണ്ടേ, അച്ഛൻ പറയാതെ കൈയൊന്നും അടിക്കരുത്. പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ലെവലുണ്ട്, അതെന്ന് അറിയാം. അപ്പം അത് ആൾത്താറിൽ നിന്ന് പറയും എന്ത് ചെയ്യണമെന്ന്. അതായത് ഈ പ്രാർത്ഥനയുടെ ഒരു ആവോ യേശുദേവ, അതിൻ്റെ അർത്ഥം എന്താണ്? യേശുദേവ, ഈശോ വരേണമേ. രണ്ടാമത് എന്താണ്? ദർശൻ ദേഖോ തുമാര, ഞങ്ങൾക്ക് ദർശനം നൽകണമേ. ഞങ്ങളുടെ ദർശനം നൽകണമെന്ന അർത്ഥം എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളായിട്ട് അങ്ങ് നോക്കണമെന്ന അർത്ഥം. അല്ലെങ്കിൽ മുറിച്ച് കളയാൻ പോണ ഗർഭപാത്രത്തിലായിട്ട് അങ്ങ് നോക്കണമേ. അല്ല നമ്മളെ നോക്കണമെന്നല്ല, മോതിരം നോക്കണമെന്നല്ല എൻ്റെ അർത്ഥം. കൃപാസനത്തിനത് പാടുമ്പോൾ കൃപാസനത്തിൻ്റെ അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്. ദർശൻ ദേഖോ തുമാര എന്ന് വെച്ചാൽ അങ്ങ് നീ ഈ മുറിച്ച് കളയാൻ, ഡോക്ടർ മുറിച്ച് കളയാൻ പറ്റുന്ന പറഞ്ഞിരിക്കണ നിറയെ കുരുക്കളുള്ള ഈ ഗർഭപാത്രത്തിലേക്ക് അങ്ങ് നോക്കണമേ. നിങ്ങളേത് പ്രാർത്ഥിക്കും? ഇന്നലെ ഒരു അച്ഛനോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് കിഡ്നിയുടെ അസുഖമാണ്, എന്നോട് പറഞ്ഞു മൂത്രം പോണില്ല. അപ്പം ഞാനിപ്പോൾ ആരാധനയിൽ അതാണ് ഓർത്തത്. ആ സമയത്ത് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ആ അച്ഛനെ ഓർത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ കിഡ്നി രോഗികളത്ത് അനേകം മക്കളുണ്ട്, അവർക്കെല്ലാം ഉറക്കമില്ലാത്തവരുണ്ട്, ശരീരം ചൂടാകുന്നവരുണ്ട്, കരൾ രോഗികളുണ്ട്, ഹൃദയ രോഗികളുണ്ട്. ഇന്നലെ ഒരു പോലീസുകാർ ഇൻസ്പെക്ടർ വന്നായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെല്ലാം കുഞ്ഞു പിള്ളേരൊക്കെ വലുതായി വരിക, പഠിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ അസുഖമാണ്. ഞാൻ കുറേ നേരം അതേ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ച്. അച്ഛൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് വിടുന്നത് ഉടമ്പടത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അടുത്തറിയുന്ന പൂശുന്നത് സൈത്താണ്. അത് മെത്രാനച്ഛൻ വ്യഞ്ചരിച്ച് ഞങ്ങൾ അച്ഛന്മാരെല്ലാം 100 അച്ഛന്മാർ ഒരുമിച്ച് വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച് കുർബാന ചൊല്ലി ചെയ്യണതാണ്, കൂദാശകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അത് രോഗശാന്തിക്ക് ഉപയോഗിക്കാവുന്ന സഭയുടെ നിയമമുണ്ട്. രോഗശാന്തിക്ക് ഉപയോഗിക്കുക. അത് ഇൻഫർമറി, അതിൻ്റെ അകത്തൊരു സൈത്ത് അതിനു വേണ്ടിയുള്ളതാണ്. അപ്പം അതാണ് പൂശണത്. അത് പൂശണത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ ഇവിടുന്ന് സുഖപ്പെട്ട് പോകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം അമ്മ ഇതിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പകുതി അമ്മയുടെ കാര്യം തന്നെയാണത്. എന്താ കാര്യം? അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7-ാം തീയതി സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് സഭ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അർത്ഥം അറിയണം, അത് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം, സഭയിൽ അത് പ്രചരിപ്പിക്കണം, ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റണം. അതിനുവേണ്ടി അമ്മ നിങ്ങളെ സുഖപ്പെടുത്തും. ആ മകൾ എന്താ ചെയ്തിരിക്കണത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് നമ്മുടെ മാത്രം ആവശ്യമല്ല ഇത്. ആരെന്താണ്? അമ്മയുടെ കൂടി ആവശ്യമാണ്. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. ഇപ്പം ഇന്നലെ പറഞ്ഞ പ്രജിത എലിസബത്ത് എന്താ ചെയ്തിരിക്കുന്നത്? അവർ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കാൻ. എന്തിനാണ്? പ്ലെയിനെ കയറുമ്പോൾ 138 കിലോ, 35 കിലോ കഴിഞ്ഞാൽ 3 കിലോ കൂടുതലാണ്, 3 കിലോ മാറ്റണം. അപ്പോൾ എല്ലാവരുടെയും 3 കിലോ 35ആക്കി മക്കളുടെ എറിഞ്ഞു കളഞ്ഞെത്തി കയറ്റുകയാണ്. അവർ മാറ്റുവേ. നമുക്കറിയാമല്ലോ, നിങ്ങൾ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ. അപ്പോൾ ഹാൻഡ് ബാഗിൽ 8 കിലോ ഇരിക്കണേ. ഹാൻഡ് ബാഗിൽ ഒരു 3-4 കിലോ കഴിഞ്ഞാൽ പിന്നെ അവരെടുത്ത് മാറ്റിക്കളയും. അപ്പോൾ ഇവരെന്താ ചെയ്യണത്? പ്ലെയിനിൽ ഹാൻഡ് ബാഗിലിരിക്കണതും അതുപോലെ തന്നെ കാരേജിന് വിടാനുള്ള സംഭവം മുഴുവൻ എടുത്തിട്ട് ബാക്കി 9 പേരുടെ എടുത്ത് മാറ്റുമ്പോൾ ഇവർ ചുമ്മാ ഇരിക്കുകയാണ്. എന്താണ്? കസ്റ്റംസ് ഓഫീസിൽ അമ്മ ഇരിപ്പുണ്ടെന്നാണ് അവൾ പറയണത്. എന്താ കാര്യം? എൻ്റെ കയ്യിൽ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ഉണ്ടെന്ന്. ദിസ് ഈസ് ദ ഫെയ്ത്ത്. നോ, കസ്റ്റംസിൻ്റെ ഓഫീസിൽ അമ്മ ഇരിപ്പുണ്ട്, കൃപാസന അമ്മ ഇരിപ്പുണ്ട്, സാരിയൊക്കെ ചുറ്റി അവിടെ ഇരിപ്പുണ്ട്. എന്താ കാര്യം? എൻ്റെ കയ്യിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടെന്ന്. ദിസ് ഈസ് ദ ഫെയ്ത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ അത് ചെയ്യണത് ഞാൻ മാറ്റത്തില്ല. എന്താ കാര്യം? അമ്മ ഈ മേഖലയിലെല്ലാം ഉണ്ട്. അമ്മയാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്. പ്രജിത് എലിസബത്തിൻ്റെ സാക്ഷ്യം വെട്ടിക്കെട്ടാകണത് അങ്ങനെയാണ്. അവരുടെ വിശ്വാസം എങ്ങനെ? ഇപ്പോൾ റോമ നമ്മൾ 10:8 വായിച്ചില്ലേ? എന്താണ്? രക്ഷ സമീപസ്ഥമാണ്. എന്ത് വിഷയമായാലും, കസ്റ്റംസിൽ നിന്ന് ഈ കാർഗോ കൊണ്ടുപോകുന്ന വിഷയമായാലും അതിൻ്റെ വിടുതൽ സമീപസ്ഥമാണ്. എങ്ങനെ വിടുതൽ?
അതിൻ്റെ അതരത്തിലുണ്ട്. എന്ത് ചെയ്യണം? അത് നീ ഏറ്റു പറയണം. അവരുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. 28 പ്രാവശ്യമൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ചൊല്ലിയ സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ പരിശുദ്ധ എലിസബത്തിന് വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അവൾ പറയണത്, ഞാൻ 2002 BSc നേഴ്സായിട്ട് പാസ്സായത്, പ്രൊഫഷണൽ പാസ് ഔട്ടായത് 2002. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ വിദേശത്ത് ജോലി ചെയ്യാനും അവിടെ ചെയ്യാനും നാട്ടിൽ ജോലി ചെയ്യാനും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ 2020 ഫെബ്രുവരി 2-ാം തീയതി, ആ സമയം 9 മണി മുതൽ എൻ്റെ ക്ലേശങ്ങൾ മാറിയെന്ന്. അതെന്താണ്? അവൾ ഉടമ്പടി പത്രം ആദ്യമായിട്ട് കൈ മേടിച്ച സമയമാണ്. ദിസ് ഈസ് ദ വേ ദ പീപ്പിൾ ആർ സ്പീക്കിംഗ് ഔട്ട് ദെയർ ടെസ്റ്റിമണി. എന്നുവെച്ചാൽ അത് പറഞ്ഞാൽ ഈ 2002 പാസ് ഔട്ടായ എനിക്ക് ഒരു ഗതിയും പരഗതിയും കിട്ടിയില്ല. ഒരു നേഴ്സെന്ന നിലയിൽ വിദേശത്ത് ജോലി കിട്ടാനുള്ള എൻ്റെ വയസ്സും കഴിഞ്ഞു. 41 വയസ്സായിരുന്നു. 41 വയസ്സായി. അപ്പോൾ ഇവിടെ വയസ്സങ്ങ് കൂടിയിരിക്കുന്ന ആൾക്കാരൊന്നും പേടിക്കേണ്ട കാര്യം. ഇവിടെ വയസ്സും കാലവും പ്രായവും എല്ലാം സമയത്തിൻ്റെ മാതാവിനെ ഏൽപ്പിച്ചാൽ മതി. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. എന്താ അങ്ങനെ പറയണത്? ഈ 18 കൊല്ലം ഇവൾ എവിടെയായിരുന്നു? ബൈബിൾ എപ്പോഴും പറയവേ 18 കൊല്ലം ഒരു പിശാച് ബാധിച്ച് കൂനിയായിപ്പോയിരുന്ന ഒരു സ്ത്രീ കർത്താവ് തൊട്ടപ്പോൾ അവൾ നിവർന്നു നിന്നെന്ന് കൈയിടിച്ച് കർത്താവ് ആസ്വദിക്കട്ടെ. 2002 പാസ് ഔട്ടായ ആളാണ്. 2002 പാസ് ഔട്ടായ ആളാണ്. 2020 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് 9 മണിക്കാണ് ഞാൻ നിവർന്നു നിന്നതെന്ന്. എനിക്ക് ഉടമ്പടി പത്രിക കിട്ടിയതേ ഉള്ളേ. ആ സമയമാണ് പറയണത് 9 മണിക്ക് എനിക്ക് പത്രിക കിട്ടിയെന്നാണ്. പത്രിക മേടിക്കുമ്പോൾ സൂക്ഷിക്കണേ, അമ്മ തരണതാണ്. ഞങ്ങൾ ഓഫീസിൽ തന്നതേ ഉള്ളൂ. കാര്യം പ്രാർത്ഥന അമ്മ തന്നതല്ലേ. അപ്പം പിന്നെ എങ്ങനെ പത്രിക ഞങ്ങൾ തരണത്? പത്രിക വേളാങ്കണ്ണി പള്ളിയിൽ ഞങ്ങൾ 90 ജപമാല ചെല്ലിയതിന് എൻ്റെ 90 ജപമാല 72 ജപമാല ചൊല്ലിത്തീർത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വിജയകുമാർ പറഞ്ഞു, ബിസിനസ് അമ്മ എഗ്രിമെൻ്റ് എന്ന് പറയണം. ഞാൻ പറഞ്ഞു, എഗ്രിമെൻ്റ് നിങ്ങളുടെ ബിസിനസ് ടേമാണ് അമ്മ, അതായിരിക്കത്തില്ല ഉദ്ദേശിച്ചത്, ഇപ്പം പറയാമെന്ന് പറഞ്ഞു. നേരെ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ പള്ളി മുട്ടുകുത്തി വേറെ 4 കൊന്ത ചൊല്ലി. അപ്പോൾ വിജയകുമാറിനൊരു പേപ്പർ എടുത്ത് ഞാൻ കൊടുത്ത്, ഈ പേപ്പർ നിങ്ങൾ അമ്മ ഇനിയും പഴയ കാര്യങ്ങൾ എഴുതി വെച്ചേക്കാൻ പറയും. ഞാനൊരു പേപ്പർ എടുത്തുകൊണ്ട് കിഴക്കോട്ട് പോയി, മലയാളം പള്ളിയിലാണ്, വളാങ്കണ്ണിയില്ല, വേഗമാതാവിൻ്റെ മുമ്പിൽ നിന്ന് വെച്ച് 4 കൊന്ത ചൊല്ലി. അപ്പോൾ എന്നോടൊക്കെ കുറേ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അനുഗ്രഹം എല്ലാം എഴുതിക്കൊണ്ടുവന്ന് ഞാൻ വന്ന് 4 കൊന്ത കഴിഞ്ഞ് തിരിച്ചു വന്ന് വിജയകുമാറിൻ്റെ പേപ്പർ മേടിച്ചപ്പോൾ പറഞ്ഞ് മുഴുവനും പുള്ളി മ്ലാനവതനായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? പുള്ളിയോട് പറഞ്ഞാൽ മുഴുവൻ പാപമാണ്. വ്യഭിചാരം, കൊള്ള, കൊലപാതകം, വഞ്ചന, അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന അബോർഷൻ, വിവാഹമോചനം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൂദാശയെ ആക്രമിക്കുന്ന രോഗങ്ങളാണ് എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛനെന്താ കിട്ടി? ഞാൻ പറഞ്ഞു, എനിക്കെല്ലാ അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ഇങ്ങനെ വന്നത്? ആ കോട്ടി വെച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞത് ഒറ്റ സെക്കൻഡാണ് ഉടമ്പടി ഉണ്ടായത്. എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഐസയ്യ 1:18. എന്താണ്? അതാണ് ഉടമ്പടി. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യേണ്ടത്. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്ന് പറഞ്ഞേ. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം. ഐസയ്യ 1:18. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എന്നിട്ട് പറഞ്ഞേ, അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കൃപാസന ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത ഓരോ മക്കളും സ്പർശിക്കുന്ന കർത്താവേ, ഉടമ്പടി സമൃദ്ധി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തിൻ്റെ ഒരു അവസ്ഥ എപ്പോഴും ഉടമ്പടിയിലുണ്ടാകും. മനസ്സിലായില്ലേ? അനുഗ്രഹം പ്രാപിക്കുന്നത് എപ്പോഴാണ്? അനുദപിക്കുമ്പോഴാണ്.
അനുതാപം പ്രാപിക്കണ എപ്പോഴാണ്? അനുതപിക്കുമ്പോഴേ. ഇപ്പം രണ്ട് സംഭവം ഇങ്ങനെയാണ്, രണ്ട് ഏറ്റുപറച്ചിലാണ് എല്ലാം ഇരിക്കണത്. ഒറ്റ ഏറ്റുപറച്ചിൽ. ഇപ്പോൾ റോമ 10:8 അനുസരിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? രക്ഷ നിങ്ങളുടെ അധരത്തിലാണ് ഇരിക്കുന്നത്. വചനം എന്ന് പറയുന്നത് ആരാണ്? യോഹന്നാൻ 1:14 വചനം അല്ലേ. റോമ 10:8 എന്താ പറഞ്ഞിരിക്കുന്നത്? രക്ഷ നിങ്ങളുടെ അധരത്തിലാണ്. നിങ്ങളത് ചെയ്യണം, അത് അധരം കൊണ്ട് 10:9 അനുസരിച്ച് കൊണ്ട് ഏറ്റു പറയണം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കാ 2:30 എന്താണ്? ഈശോ. അതിന് എന്താണ് റോമ അതിനെന്താ? ലൂക്കാ 2:30 രക്ഷ എന്ന വാക്യം ഈശോയ്ക്ക് തത്സമമോ തത്ഭവമാണ്. അതിനെന്താണ് യോഹന്നാൻ പറയണത്? പൗലോസ് അപ്പോസ്തലൻ പറയണത് 8:10 വചനം നിങ്ങളുടെ അധരത്തിലാണ്. രക്ഷയ്ക്ക് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? വചനം അല്ലേ. വചനം നിങ്ങളുടെ അധരത്തിലാണ്. ഈശോ നിങ്ങളുടെ അധരത്തിലാണ്. ആ വചനം നിങ്ങളുടെ അധരത്തിലാകുമ്പോഴേ അതിനെക്കുറിച്ച് യോഹന്നാൻ എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു അല്ലേ. യോഹന്നാൻ 1:14. ഇപ്പോൾ വചനം എന്ന് പറയുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. ശ്രദ്ധിക്കട്ടെ. കൈയടിച്ച് അപ്പോഴും നമ്മൾ റോമ 10:8 കാണുന്ന വചനം നിങ്ങളുടെ അധരത്തിലാണ്. അത് തന്നെയാണ് വിശുദ്ധ ലൂക്കാ 2:30 കാണുന്ന രക്ഷ. എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതെവിടെയാണ്? നിങ്ങളുടെ അധരത്തിലാണ്. ആ രക്ഷ ആരാണെന്നാണ് വിശുദ്ധ യോഹന്നാൻ 1:14 പറയണത്? വചനം, ക്രിസ്തു, ഈശോ, കർത്താവ്, ദൈവം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ നമ്മുടെ ഇടയിലുള്ള വസിപ്പാണ് പെട്ടെന്നൊക്കെ ഇടിമിന്നൽ പോലെ. എന്താ വെച്ചാൽ മെനിയെന്ന് സാക്ഷ്യം പറഞ്ഞ, കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞ മോൾ പറഞ്ഞതേ, എൻ്റെ ഞാൻ കൃപാസനം കണ്ടിട്ടില്ല, ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഇനി ആലപ്പുഴത്തേനെ വന്നിട്ടുണ്ടാകുന്ന അറിയത്തില്ല. പക്ഷെ അവളുടെ ഗർഭപാത്രം മുറിച്ച് കളയാൻ പറഞ്ഞിരിക്കുക. വൈദ്യശാസ്ത്രത്തിൻ്റെ ലാസ്റ്റ് വെർഡിക്റ്റാണ്, ഉള്ള ഗർഭപാത്രം മുറിച്ച് കളയുക. വളരെ ചെറുപ്പമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവൾക്ക് തോന്നി ഇത് അവരുടെ അമ്മ ഉടമ്പടി ചെയ്തായിരുന്നു, അമ്മയും ചെയ്തായിരുന്നു, അമ്മായിയമ്മയും ചെയ്തായിരുന്നു. അമ്മയും അമ്മായിയമ്മയും കൂടി ഒന്ന് ഇവിടെ നിന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയ തൈലം ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിനിൽ കൊണ്ടുപോകും. പക്ഷേ ഇവർക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇവൾ വെളിച്ചെണ്ണ എന്നാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് വെളിച്ചെണ്ണ, ഇത് ശുദ്ധമായ ഉടമ്പടി തൈലം പൗരോഹിത്യ വിധി പ്രകാരം കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 12 പ്രാവശ്യം 12 തരം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നേർച്ച വസ്തുക്കളെ ആശീർവദിക്കണത്. അവൾക്കറിയത്തില്ല അത്. പക്ഷേ അവൾക്കറിയത്തില്ല എന്നുണ്ടെങ്കിലും അവളത് വിശ്വാസത്താൽ കർത്താവിനെ ഓർത്തിട്ടാണ് ചെയ്യണമെന്ന് ഈശോയ്ക്കറിയാവില്ല. ആർക്കെങ്കിലും ഒരാൾക്കറിഞ്ഞാൽ മതി, ആർക്കെങ്കിലും ഒരാൾക്കറിഞ്ഞാൽ മതി. വിശ്വാസം ഒരു വ്യക്തി പ്രഖ്യാപിക്കുമ്പോഴേ ആ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വ്യക്തിക്ക് അറിയത്തില്ലെങ്കിലും അതറിയാവുന്ന ദൈവം നിന്നെ അതിൻ്റെ അടയാളം കാണിക്കും. എന്താണെന്നറിയാം, അവൾ ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അത് പ്ലെയിനിൽ കുറേ നാളെ കാണിക്കാട്ട് കൊണ്ടുനടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല, കൊണ്ടുനടന്നു. പക്ഷേ കൃപാസം ഒന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താ നടക്കണത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടണത് ഒന്നും അറിയത്തില്ല, അതെന്താണെന്നൊക്കെ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവക്കൊന്നും അറിയാം, ഇതിലെന്തോ ഉണ്ടെന്നറിയാം. ഉള്ളതാരായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. അവൾ എന്നാ ചെയ്ത് ആ ഉടമ്പടി തൈലം എടുത്തിട്ട് വയറ്റിലൊന്ന് പുരട്ടി, വെറുതെ പുരട്ടിയതാണേ. നിറയെ കുരുക്കളുള്ള വെട്ടിക്കളയാൻ മുറിച്ച് മാറ്റാൻ പറഞ്ഞ ഗർഭപാത്രത്തിൽ പുരട്ടി ഒരു 17-20 ദിവസം കഴിഞ്ഞില്ല, അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷീസ് പ്രഗ്നൻറ്റ്, അവൾ ഗർഭിണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. ഇതറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. പക്ഷേ അറിയും മുമ്പ് നിങ്ങളുടെ മക്കളെ, ഇവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമുക്ക് അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കണം. പിടികിട്ടിയ അനുതാപം ഇല്ലാതെ നയിച്ചാൽ
സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അനുഗ്രഹം, അവൾക്കൊരു അനുഗ്രഹം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അതേസമയം അത് നമുക്കൊരു മാതൃകയല്ല. കാര്യം എന്താണ്? നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളോട് ഈശോ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് എന്താ പറഞ്ഞത്? അനുതപിച്ചാൽ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നമുക്ക് അനുഗമിക്കേണ്ട, പ്രവർത്തിയാക്കാൻ ബാധ്യതയില്ല. നമ്മളോട് ആരാ പറഞ്ഞിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിരിക്കണത്? ഐസയ 1:18 എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ ശാശ്വത വഴികൾ എന്താണത്? അത് അനുതാപമാണ്. അനുതാപം എന്ന് പറയുന്നത് എന്താണ്? അതൊരു തരം ഏറ്റുപറച്ചിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. വലിയ പ്രബോധനം കർത്താവേ ബഹുമാനപ്പെട്ട ധ്യാനഗുരുവിനെ നൽകുന്ന 1 യോഹന്നാൻ 1:9 എന്നാൽ ഏറ്റുപറഞ്ഞ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള അനീതികളിലും അസ്വസ്ഥതകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കും. എന്താണ്? പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്താ ചെയ്യുന്നത്? മനുഷ്യനത് വെറുത്തുപേക്ഷിക്കുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പട്ടിക വേലി അല്ലെങ്കിൽ പാട്ട് പാടുന്ന പോലെയുള്ള പരിപാടിയല്ല. പാപങ്ങൾ ഏറ്റുപറയുക എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പറയണത് അത് വെറുത്തുപേക്ഷിക്കണം. കാര്യം എത്രയോ പേരാണ് അവരുടെ മദ്യപാനങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് കൃപാസനത്തിൽ. കാര്യം എന്താണ്? അവർ അമ്മയോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ അതിനൊരു പ്രത്യേക അനുഗ്രഹം കൊടുക്കും. പ്രത്യേക അനുഗ്രഹം. കൃപാസനം ഈ ദിവസങ്ങളിലെ കൃപാസനത്തിന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത് യൂട്യൂബ് സ്റ്റുഡിയോ പറയുന്നുണ്ട്. ഏത് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയതെന്ന് വെച്ചാൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത്. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയാണിത് സബ്സ്ക്രിപ്ഷൻ. നത്തിങ്. ഇറ്റ് ഇസ് നോട്ട് എ ബിസിനസ്. ഞങ്ങൾ 2016 യൂട്യൂബിൽ എഴുതി കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പേര് 5 പൈസ ഞങ്ങൾക്ക് വേണ്ടെന്ന്. വേണമെങ്കിൽ നമുക്കൊരു ദിവസം 2 ലക്ഷമോ 3 ലക്ഷം രൂപ കിട്ടും. കാര്യം 5 ലക്ഷത്തോളം 4 ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില അച്ഛന്മാർ തന്നെ ചോദിക്കും എത്ര രൂപ കിട്ടുന്നുണ്ട് അച്ഛാന്ന്. അപ്പോൾ ഞാൻ അൾത്താറയിൽ അമ്മയുടെ ഈശോയുടെ അടക്കെന്ന് പറയല്ലേ, ഒരു നയ പൈസ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ യൂട്യൂബിൽ, ഞങ്ങൾക്കൊരു പൈസ വേണ്ടെന്ന്. എന്താ കാര്യം? ഈശോനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി കാശ് മേടിക്കണേ എങ്ങനെയാണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ അധരത്തിലിരിക്കുന്ന രക്ഷയെ സൗഖ്യമായി സമാധാനമായി നിങ്ങൾക്ക് നൽകണം. അതിന് ഒരു കൂലിവേലല്ലത്. അതൊരു സുവിശേഷത്തിൻ്റെ അഭിഷേക പ്രവർത്തനമാണ്. ദൈവം തന്ന ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യണത്. നിങ്ങളും ചെയ്യാനത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ നിങ്ങളോട് ചെയ്ത പോലെ നിങ്ങളും ചെയ്യണമെന്നല്ല ഈശോ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തിനാണത്? ഒരു 100 സാക്ഷ്യങ്ങൾ അതിന്മേലുണ്ട്. ആ സാക്ഷ്യം 10 മനുഷ്യർ വായിക്കുമ്പോൾ അത് ഒരു കർത്താവിലേക്ക് തിരിച്ചു വരും. അവർ അനുതാപപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവർക്ക് സൗഖ്യം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് യാക്കോബിന്റെ 5:16 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ വചനാഭിഷേകം നൽകണമേ. കർത്താവേ ഈശോയെ ആരാധന. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടിരിക്കുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ ടെലിവിഷൻ ചാനലിൽ ശുശ്രൂഷ കാണുന്നവരെ തത്സമയം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പറഞ്ഞ മക്കളെ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം അക്രൈസ്തവർ ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുവേ, പക്ഷേ ഞങ്ങളെങ്ങനെ പാപങ്ങൾ ഏറ്റുപറയണത്? പരസ്പര പാപങ്ങളെ എൻ്റെ നാത്തിനോടങ്ങാനോ എൻ്റെ പാപങ്ങൾ പറഞ്ഞ് അവളെൻ്റെ പെടലിൽ തൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഏറ്റുപറയുകയെന്ന് വെച്ചാൽ വെറുത്തുപേക്ഷിക്കുന്ന അർത്ഥം. സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റുപറച്ചിലുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ ഞാൻ കുമ്പസാരക്കൂട് ഇരിക്കണ്ട, കോവിഡ് കുമ്പസാരക്കൂട്.
ആ കുമ്പസാരക്കൂടെ ഉണ്ടാക്കിയത് 40,000 രൂപയാണ്. എന്തിനാണ്? കോവിഡ് കാലത്ത് ആർക്കെങ്കിലും കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഈസിയായിട്ട് കുമ്പസാരിക്കാം. എന്താ കാര്യം? കർത്താവിൻ്റെ വചനത്തിലെ പാപം ഏറ്റുപറയേണ്ടതാണ്. എന്തിനാണ്? നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങൾ ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, അച്ഛാ ഞങ്ങൾ ആരോട് ഏറ്റു പറയണം? നിങ്ങൾ ആരോടും ഏറ്റു പറയണ്ട, നിങ്ങൾ കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? ഞാൻ പാപം ഉപേക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം പാപമോചനം അവൻ്റെ പേരിലാണ്, അല്ലേ? ഭൂമിയിൽ ഇപ്പം മർക്കോസിൻ്റെ നമ്മുടെ 5:9 വായിക്കുമ്പോൾ എന്താ പറയണത്? ഭൂമിയിൽ പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഇപ്പം ഏറ്റുപറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പൂർണ്ണമായി പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്നാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ അബോർഷൻ വന്നു പോയി, അബോർഷൻ വന്നു പോയെങ്കിൽ പിന്നീട് ഇനി ഒരു കാലത്ത് ഇനിയൊരു ടൈമിൽ അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾ മദ്യപിക്കുന്നവരാണ്, ഏറ്റുപറയുക എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാൻ ഈശോയുടെ നാമത്തിൽ, ഈശോയ്ക്ക് എൻ്റെ ജീവിതം കൊടുത്തു, ഞാൻ ഇനി ഈശോയുടെ നാമത്തിൽ മദ്യപിക്കത്തില്ല, ഒരിക്കലും ഈശോയുടെ നാമത്തിൽ ഇത് പൂർണ്ണമായിട്ട് വെറുത്ത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം കൂടെ ഒരുമിച്ചല്ല, നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ആ ഈശോയുടെ നാമത്തിലെ തിന്മയെ വെറുത്ത് ഉപേക്ഷിക്കുക. കാര്യം അവൻ പാപത്തിന് പരിഹാരമായവനാണ്. ഇപ്പം കർത്താവിൻ്റെ അവൻ ഇപ്പം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ കൂടെയാണ് ഞാനും ഒരു പരിഹാരം ചെയ്യണത്. എന്താണ്? എനിക്ക് ഇന്ന് സുഖിപ്പിക്കുകയും നാളെ ദുഃഖിപ്പിക്കുകയും എൻ്റെ കുടുംബത്തെ കടത്തിലാഴ്ത്തുകയും എൻ്റെ ശരീരത്തെ കൊല്ലുകയും ചെയ്യുന്ന ഒരു തിന്മയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പരിഹാര നാമത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സുഖം ഇനി എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നു. പ്രാർത്ഥിക്കുക, നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ സുഖിപ്പിക്കുന്ന, ഇന്ന് സന്തോഷിപ്പിക്കുന്ന, നാളെ ദുഃഖിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന, എൻ്റെ ശരീരത്തെ കൊല്ലുന്ന എല്ലാ തിന്മകളെയും പാപങ്ങളെയും യേശുനാമത്തിലെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. കർത്താവാണെന്ന് ഏറ്റുപറയണത്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുവിനെ പ്രാപിക്കുന്നത്. റോമ 10:9. ഇപ്പം ഞാനൊരു തിന്മയെ യേശുനാമത്തിൽ വെറുത്തുപേക്ഷിക്കുമ്പോഴാണ് ഞാൻ യേശു കർത്താവാണെന്ന് ഏറ്റു പറയണത്. അല്ല, വെറുതെ യേശു കർത്താവാണെന്നൊരു കാര്യമില്ല. യേശു തിന്മയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച പീഡാസഹങ്ങളോടുകൂടി പാപം എനിക്ക് തരുന്ന വരുമാനം, പാപം എനിക്ക് തരുന്ന സുഖം, പാപം എനിക്ക് തരുന്ന ലാഭം. കൈക്കൂലിക്കാരനാണെങ്കിൽ നിങ്ങളെങ്കിൽ ആ കൈക്കൂലി ഉപേക്ഷിക്കണം. കിമ്പളക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ കിമ്പളം ഉപേക്ഷിക്കണം. എന്താ കാര്യം? എനിക്ക് യേശുവിനെ മതി. യേശുവിനെ അങ്ങനെ സൗജന്യമായിട്ട് കിട്ടത്തില്ല. എന്താണ്? അവൻ പാപത്തെ വെറുക്കുന്നതായതുകൊണ്ട് പാപത്തെ വെറുക്കുന്നവരെ മാത്രമേ അവനെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ദൈവം നിങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളെ പാപത്തോടു കൂടി അവൻ ഉൾക്കൊള്ളത്തില്ല. പാപത്തെ വെറുത്തുപേക്ഷ. അങ്ങനെയാണ് യേശു, അതാണ് യേശു കർത്താവ് എന്ന് പറയണത്. റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം, ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം എന്താണ്? നീ ഇവിടെ എന്ത് സുഖങ്ങൾ, എന്ത് സ്നേഹം, സമ്പത്തും ഒക്കെ ഉണ്ടായാലും നിത്യത നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? യേശു നിനക്ക് നിത്യത തരും. അതുകൊണ്ടാണ് നീ യേശുവിൽ നിന്ന് നമുക്ക് ആത്യന്തികമായി ലഭിക്കണത് എന്താണ്? നിത്യരക്ഷയാണ്. എന്നുവെച്ചാൽ നിത്യമായി മരിക്കാത്ത നിത്യസൗഭാഗ്യമെന്ന് പറയും. ഈ നിത്യസൗഭാഗ്യം സത്യമാണെന്ന് ഒരു പക്ഷേ നേരിട്ടറിയാവുന്ന വളരെ ചുരുക്കം വൈദികനാണ് ഞാൻ. എന്താ, ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ നേരെ കണ്ടതല്ലേ. എനിക്ക് 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിലുള്ള എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ലൂർദിലൊക്കെ 30 മീറ്റർ അകലെയാണ്. ഫാത്തിമയിലാണെങ്കിലും 10-28 മീറ്റർ അകലെയാണ് പിള്ളേരെ മാതാവിനെ കണ്ടത്. ഞാൻ അമ്മയെ 1 മീറ്റർ അടുത്ത് കണ്ട ആളാണ്.
അത് നിത്യസൗഭാഗ്യം എന്താണ്, നിത്യരക്ഷ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിത്യരക്ഷയായിട്ട് നിങ്ങൾ ഇന്നൊരു മദ്യപാനം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കള്ളക്കണക്ക് CA-കാരൊക്കെ കള്ളക്കണക്ക് എഴുതുകയല്ലേ, അപ്പോൾ കമ്പനിക്ക് വേണ്ടി കള്ളക്കണക്കിടുക, അതൊക്കെ നിങ്ങൾക്ക് ആത്മരക്ഷയ്ക്ക് കേടില്ലാത്ത രീതിയിൽ ബുദ്ധിപരമായിട്ട് എഴുതാൻ കഴിയണം. കാര്യം കമ്പനിക്ക് നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ആത്മാവ് പണയപ്പെടുത്തുകയും ചെയ്യരുത്. അങ്ങനെ ഒരു രീതിയിലേക്ക് നീ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്താണ് യേശു എന്ന് പറയുന്നത്? നിത്യപിതാവിൻ്റെ പരിശുദ്ധനായ സന്തതിയാണ്. അപ്പോൾ പരിശുദ്ധനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, യേശുവിനെ നിത്യരക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധീകരണം വേണം. ഇതിനാണ് ഏറ്റുപറച്ചിൽ വരണത്. ഇപ്പം ഏറ്റുപറച്ചിൽ ഈ നമ്മൾ ഏറ്റെടുക്കാതെ ഒരിക്കലും നമുക്ക് ഏറ്റുപറയാൻ പറ്റത്തില്ല. ഉടമ്പടി ഇപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ നിത്യരക്ഷയാണ് അവിടെ പറയണത്. നിത്യരക്ഷയാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. പക്ഷെ എന്താ വിഷയം പറഞ്ഞത്? യേശു കർത്താവാണെന്ന് ഇങ്ങനെ ഏറ്റുപറയാൻ പറ്റത്തില്ല. ഏറ്റെടുക്കാതെ ആർക്കും ഏറ്റുപറയാൻ പറ്റത്തില്ല. ആദ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്താണ്? 2000 വർഷങ്ങളായിട്ട് ഇന്ന് വരെ യേശുവിനെ ഏറ്റെടുക്കുന്ന ഇത്തരം പെർഫെക്റ്റ് ഫോർമുലയുള്ള ഒരു ദൈവികമായ വെളിപാട് സഭയ്ക്ക് ഏറ്റവും അപൂർവമായിട്ട് കിട്ടണ ഇതാണ്. എന്താ കാര്യം? ഉടമ്പടി നിങ്ങളെ ഏറ്റുപറയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണ മുമ്പ് തന്നെ നിങ്ങളെ യേശുവിനെ ഏറ്റെടുക്കുന്നവരാക്കും. ഇപ്പം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ എന്താണ് വാട്ട് യു ആർ യു ഗോയിങ് ടു ഡു? നിങ്ങൾ യേശുവിനെ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. അമ്മ എന്താണ്? ഇതെന്താ? മരിയൻ ഉടമ്പടിയാണ്. അമ്മ എന്താ ചെയ്തത്? അമ്മ യേശുവിനെ ഏറ്റെടുത്തു. യേശുവിനെ ആരിൽ നിന്ന് ഏറ്റെടുത്തു? പരമപിതാവിൽ നിന്ന് ഏറ്റെടുത്തു. യേശുവിനെ എങ്ങനെ ഏറ്റെടുത്തു? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തു, അല്ലേ? ലൂക്കാ 1:32 എന്താ വായിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതിനുവേണ്ടി അവരാരായി മാറി? അവർ വാള് ഈ നിൻ്റെ ഹൃദയത്തിൽ, നീ ഇത് ഏറ്റെടുത്ത കാരണം നിൻ്റെ ഹൃദയത്തിലെ ഒരു വാള് തുളച്ചു കയറുമെന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ കടുവര വ്യതയാണ് യേശുവിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയെങ്കിൽ ആ വ്യതയോടുകൂടി അമ്മ യേശുവിനെ ഏറ്റെടുത്തപ്പോൾ ആ ഏറ്റെടുത്ത അമ്മയാണ് പുരുഷൻ്റെ ചുവട്ടിൽ അമ്മയെ ഏറ്റുപറയുമ്പോൾ ആ ഏറ്റുപറയുന്ന അമ്മയെയാണ് ലോകത്ത് നൽകിക്കൊണ്ട് ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ആ ആയപ്പിച്ച അമ്മയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ അമ്മയോടുകൂടെ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണ പോലെ ആ അമ്മ ചെയ്യുന്നതിലൂടെ നമ്മൾ യേശുവിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത്, ഇല്ലേ? ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഇപ്പോൾ പത്രം കൊണ്ടുപോയി നിങ്ങൾ ആൾക്കാർക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. നിങ്ങളെന്താ ചെയ്യണത്? യേശുവിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടിയിലൂടെ രോഗിയെ ശുശ്രൂഷിക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു. നിങ്ങളെന്താ ചെയ്തത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 25-ാം വചനത്തിൽ യേശുവിനെ ഏറ്റെടുക്കുകയാണ്. യേശുവിനെ ഏറ്റെടുപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. യേശുവിനെ ഏറ്റെടുക്കുന്നവരെ യേശുവിനെ ഏറ്റുപറയുന്നവരെ യേശുവിൻ്റെ സൗഖ്യവും. 1 കൊരിന്ത്യർ 1:24 എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാകുന്ന യേശുക്രിസ്തു, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വചന പ്രഘോഷത്തിലൂടെ എന്നിലൂടെ നിങ്ങളിലേക്ക് വരണത്. അതെന്താ നിങ്ങൾക്ക് തരാൻ പോണത്? ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് എന്താ തരാൻ പോണത്? നിങ്ങളുടെ സാമ്പത്തിക കടങ്ങൾ മോചിപ്പിക്കും, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കും, രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറ്റും, നിങ്ങളുടെ കുടുംബത്തെ ഭൗതികമായിട്ടും ആത്മീയമായിട്ട് നിത്യരക്ഷവരെ ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ഉത്തമമായ പ്രാർത്ഥനയാണ് ഉടമ്പടിയായിട്ട് നിങ്ങളെ നൽകണമെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഉടമ്പടിയെ അതേ ഭവ്യതയോടെ പ്രാർത്ഥനയോടെ സമീപിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുട്ടയെന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടിരുന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഏറ്റെടുക്കാനുള്ള കൃപ നൽകണമേ. കർത്താവേ കുടുംബ സമാധാനം
മാരക രോഗങ്ങളിൽ കഴിയുന്നവര്, ഉടമ്പടിയിൽ 6 നിയോഗങ്ങളില് ഇപ്പോൾ ഈശോ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും, കൃപാസന ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള മക്കള്, കൃപാസന ശുശ്രൂഷകളിൽ പങ്കെടുത്ത മക്കള് ഈശോ സ്പർശിക്കുകയാണ്. ഈ ശുശ്രൂഷയിലായ തലസഭ നിയോഗങ്ങൾ ഈശോ സ്പർശിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ചൊരിയണമേ. ഈശോയെ ആരാധന. കർത്താവേ, ഭഗവാൻ യോസേഫിനെ കൊടുക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. പരിശുദ്ധ പിതാവിനെ ആശീർവദിക്കണമേ. സകല കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികര്, സന്യസ്തരെ ആശീർവദിക്കണമേ. ഈശോയെ ആരാധന. എല്ലാ ധ്യാനകേന്ദ്രങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ, ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോട് ജീവിക്കാൻ, ദൈവസ്നേഹത്തോട് ജീവിക്കാൻ, കർത്താവിനെ ഏറ്റെടുക്കാൻ ഈശോയെ ശക്തി പകരണമേ. ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കുടുംബ സമാധാനമില്ലാത്തവര്, തെറ്റായ അവസ്ഥയിൽ കഴിയുന്നവര്, കടക്കടിയിൽ കഴിയുന്നവരെ ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ, അനേകര് യോസേഫിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു പോയ മക്കള്, മാരക രോഗികൾ കഴിയുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ അങ്ങ് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകത്തിൽ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥന ഓരോ മക്കളെയും സ്പർശിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഓരോ കുടുംബങ്ങളിലും അനുഗ്രഹമാവുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഓരോ കുടുംബങ്ങളിലെ 6 നിയോഗങ്ങളിൽ ചെയ്യുകയാണ്. ദിവ്യകാരുണ്യ ഈശോ ഇതാ ഓരോ വ്യക്തികളെയും സ്പർശിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ഈശോ പ്രാർത്ഥനയുടെ ഓരോ പ്രോജക്റ്റുകളെ ആസ്വദിക്കുകയാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധപ്പെടുത്തുവാൻ, തിരുസഭയുടെ മേൽ ദൈവത്തിന്റെ ആശീർവാദം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപ്തി നടപടി കഴിയുന്നവരെ ഈശോ ഏറ്റെടുക്കുകയാണ്. യേശു കുടുങ്ങി കഴിയുന്നവരെ ദിവ്യകാരുണ്യ ഈശോ ഏറ്റെടുക്കുകയാണ്. അന്ധകാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ദിവ്യകാരുണ്യ ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയേ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നു. സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കുക.